ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട്ടിൽ വന്ന വിരുന്നുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് റെസിപ്പികളും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പാലട പുഡിംഗ്, പിന്നെ മലബാർ ചിക്കൻ കറി, അതുപോലെ ഒരു പിസ്സ, ഇതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ രാവിലെ ആദ്യം കിച്ചണിൽ വന്ന ഉടനെ ഞാൻ ചെയ്യാറുള്ളത് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയൊക്കെ എൻ്റെ പ്ലാനിൽ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് മെല്ലെ മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് വരുന്നത്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കുട്ടിയുടെ കല്യാണമുണ്ട്. അപ്പോൾ ആ കുട്ടി മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ രാത്രിയാണ് വരുന്നത്. രാവിലെ തന്നെ ഞാൻ പുഡിംഗ് ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് ഒരു വെറൈറ്റി ആയിട്ട് പാലട പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പാലട പായസമൊക്കെ എല്ലാവരും വെക്കുന്നതല്ലേ, അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് ആദ്യം ചെയ്യുന്നത്. പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് പാലെടുത്തിട്ടില്ല കേട്ടോ. അതായത് 1 ലിറ്റർ പാലാണ്. പിന്നെ 1/3 കപ്പ് അട എടുത്തിട്ടുണ്ട്, നമ്മൾ പായസം ഉണ്ടാക്കുന്ന അട. അതേപോലെ ചൈന ഗ്രാസ് 10 ഗ്രാം, 1/4 കപ്പ് പഞ്ചസാര, പിന്നെ അമൂൽ മിഠായി മേറ്റ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് 1/2 ടിന്നാണ് ആവശ്യം കേട്ടോ. അപ്പോൾ പാല് കുക്കറിലേക്കാണ് ഞാൻ ഒഴിച്ചത്. അപ്പോൾ പാലിൻ്റെ കവറിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ട് കുലുക്കി ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ പാലിൻ്റെ അളവ് കൂടും, പുഡിംഗ് ശരിയാവില്ല. അപ്പോൾ പാലിലേക്ക് പഞ്ചസാരയും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അട കുതിർത്ത് വെക്കേണ്ടെന്ന് ആവശ്യമില്ല. 2-3 പ്രാവശ്യം നന്നായി ഒന്ന് കഴുകിയിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന അതേ അളവിൽ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ പുഡിംഗ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. പാലും പഞ്ചസാരയും കൂടെ തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് അടയൊക്കെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ പാല് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടിന്ന് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടിൻ ഫുള്ളായിട്ട് പിന്നെ ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. പക്ഷേ നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. പഞ്ചസാര ആകുമ്പോൾ അങ്ങനെ കരിഞ്ഞു പിടിക്കുകയൊന്നുമില്ല, അത് തിളച്ച് വരും. അപ്പോൾ കണ്ടൻസ് മിൽക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർക്കുക കേട്ടോ. 1/4 മുതൽ 1/2 കപ്പ് വരെ ചേർക്കാം. ഈ മിൽക്ക് മെയ്ഡ് ചേർത്ത് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അട ചേർക്കുക. ഇപ്പോൾ ഞാൻ ഈ ഫ്ലെയിം ഓഫാക്കി കേട്ടോ. ഇനി ഇത്ര ഫ്ലെയിമിൽ വെക്കണ്ട. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ, ചെറിയ അടുപ്പിൽ 15 മിനിറ്റ് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിസിൽ വരാൻ വിടരുത്, അതിൻ്റെ മുന്നേ ഓഫ് ചെയ്യണം. 15 മിനിറ്റ് വെച്ചാൽ മതിയാവും. ചെറിയ അടുപ്പിൽ ചെറിയ തീയിൽ വെക്കണം. പിന്നെ നമുക്ക് ഈ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചൈന ഗ്രാസ് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കുക. അതിലേക്കൊരു 1/4 കപ്പ്, അതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർത്ത് വെച്ച ശേഷം അലിപ്പിച്ചെടുക്കുക കേട്ടോ. ഇത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നത്. 1/2 കപ്പ് ആയിട്ടില്ല, അതിൻ്റെ തൊട്ട് താഴെയാണ് വെള്ളം എടുത്തത് കേട്ടോ. അപ്പോൾ അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അട 15 മിനിറ്റ് വെച്ച ശേഷം ഞാൻ ചൂടാറിയിട്ട് തുറന്നതാണ് കേട്ടോ കുക്കർ. അപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട്, ക്രീം കളറ്. അപ്പോൾ ഇതേ തന്നെ പായസം ആണ് ആക്കണമെങ്കിൽ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റും കൂടെ വെച്ചാൽ മതി. വിസിൽ വരാൻ സമ്മതിക്കരുത്. അപ്പോൾ നമുക്ക് അടപ്രഥമൻ പിങ്ക് കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുന്നത്തെ സ്റ്റേജിലാണ്. അപ്പോൾ ഞാനത് പിന്നെ ചൈന ഗ്രാസ് മെൽറ്റാക്കിയിട്ട് ഈ പായസത്തിലേക്കൊന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കി എടുത്തിട്ടുള്ളൂ, കുറേ സമയമൊന്നും ഇളക്കിയിട്ടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ പുഡിങ്ങിൻ്റെ ട്രെയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. ഇനി രാത്രി ഞാൻ പുഡിങ് എടുക്കുള്ളൂ, അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു പണി കണ്ടോ. കിച്ചണിൽ ന്യൂസ് പേപ്പറൊക്കെ നിരത്തി ഇട്ടിരിക്കുന്ന കണ്ടില്ല. അതെന്താ അറിയാം, എൻ്റെ കയ്യിൽ നിന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിരുന്ന ബോട്ടിൽ താഴെ വീണ് പൊട്ടി. എണ്ണ മൊത്തം കിച്ചണിലാണ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ പാനിക്കായിപ്പോയി, എന്ത് ചെയ്യണം അറിയാതെ കേട്ടോ. കുറേ ന്യൂസ് പേപ്പറൊക്കെ നിരത്തി അതിൻ്റെ എണ്ണ കുറേയൊക്കെ എടുത്തു. അതിന് ശേഷം പാത്രം കഴുകണ ലിക്വിഡ് സോപ്പില്ലേ, അത് വെച്ച് ബ്രഷ് വെച്ചൊക്കെ ഒന്ന് ഉരച്ചെടുത്ത് പിന്നെ തുടച്ചെടുക്കുക കേട്ടോ. നല്ല പണിയായിരുന്നു. കയ്യിൽ നിന്നൊക്കെ അത് വീണ് കഴിഞ്ഞാൽ 2 കിച്ചണിലേക്കും തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകെ നല്ല എന്താ പറയുക, എല്ലാവർക്കും മനസ്സിലാവുമല്ലോ കാണുമ്പോൾ തന്നെ. അപ്പോൾ കുറച്ച് സമയം ഞാൻ ബാക്കി ഒരു ജോലിയും ചെയ്യാതെ അങ്ങനെ ഇരുന്നു. പിന്നെ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ. എൻ്റെ കൂടെ കളിക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്, എൻ്റെ ബ്രദർ ഇൻ ലോൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, തൊട്ടടുത്ത വീട് തന്നെയാണ്. അപ്പോൾ അവൻ വരുമ്പോൾ ഒക്കെ അവൻ്റെ കൂടെ കളിക്കണം. സമയം പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും മൈൻഡ് ആകെ ഡിസ്റ്റർബായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ ഓടി വരും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത റെസിപ്പിയായ മലബാർ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് വെളിച്ചെണ്ണ പോയതും പണി കിട്ടിയതൊക്കെ. അപ്പോൾ ഞാൻ വീണ്ടും അതിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്.
അപ്പോൾ കറി വെച്ച് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് 2 കഷ്ണം പട്ട, 3 ഏലക്കായ, ഒരു 4 ഗ്രാമ്പു ഇട്ടിട്ടുണ്ട്. അതേപോലെ 2 സവാള ചെറുതായി മുറിച്ചിട്ട് അത് ചേർക്കാം. എന്നിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ 1 സ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും ചേർക്കുക. പിന്നെ പച്ചമുളക് ഒരു 3 4 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ തക്കാളിയാണ് വേണ്ടത്. തക്കാളിയും അതുപോലെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായി മുറിച്ചിട്ട് മീഡിയം സൈസ് തക്കാളിയാണ്. ചെറുതായിട്ട് ചോപ്പറിൽ തന്നെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് രണ്ടും ചേർത്ത് ഒന്ന് വഴറ്റിയ ശേഷം മുളക് പൊടി എരിവിന് ആവശ്യത്തിന് ചേർക്കുക. ഞാൻ ഇത് നല്ല എരിവുള്ളതുകൊണ്ട് 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. അപ്പോൾ പൊടികളൊക്കെ ചേർത്തൊന്ന് നന്നായി വഴറ്റണം. വഴറ്റിയിട്ട് ഏറ്റവും അവസാനം ചേർക്കേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്തത്. പിന്നെ കുറച്ചൊരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഗരം മസാലപ്പൊടി തയ്യാറാക്കുമ്പോൾ നാടൻ കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ജാതിക്ക, ജാതിപത്രി, അങ്ങനെ സ്റ്റാർ അനീസ് അതൊന്നും ചേർക്കാതെ പൊടിച്ചിട്ടുള്ള ഗരം മസാല വേണം ചേർക്കാൻ കേട്ടോ. എന്നാലാണ് ആ ഒരു നാടൻ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മളിനി ചിക്കൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കിലോനേക്കാളും കുറച്ച് കുറവുള്ളൂ ചിക്കന്. അതും കൂടെ ചേർത്തിട്ട് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. മാറി വന്ന ശേഷം ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുക. പിന്നെ ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പോൾ കട്ടിയുള്ള തേങ്ങാപ്പാലല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ള തേങ്ങാപ്പാലാട്ടോ ഒഴിക്കേണ്ടത്. അത് ഒഴിച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ. ഇനി അതിലേക്കുള്ള അരപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് 1 കപ്പ്. അതിലേക്ക് ഒരു 10-12 കാഷ്യൂ നട്ടും കൂടെ ചേർത്ത് നന്നായി നരച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. പിന്നെ ആ തേങ്ങാപ്പാലിൽ വേവിച്ചുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല. അതൊന്ന് നന്നായി തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ മലബാർ ചിക്കൻ കറി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കിയത്. പത്തിരിയും അപ്പമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഒരു സ്പെഷ്യൽ അപ്പമാണ്. പിന്നെ എൻ്റെ അടുത്ത റെസിപ്പി പിസ്സയാണ്. ഞാൻ ഒരുപാട് പിസ്സ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മെക്സിക്കാന പിസ്സ എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ ഏകദേശം അതുപോലെ ഒരു നോക്കാൻ വേണ്ടി ഒരു ഗസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നെ വൈറ്റ് പെപ്പർ പൗഡറാണ് ചേർത്തത് കേട്ടോ. ഒരു 1-1.5 ടീസ്പൂണോളം. അപ്പോൾ ഇതിൽ ഒരു 1/2 കിലോയിലധികം ചിക്കൻ ഉണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓണിയൻ പൗഡറാണ് ചേർത്തത്. പിന്നെ കുറച്ച് ഒറിഗാനോയും ചേർത്തു, ചെറിയ സ്പൂൺ 1 സ്പൂൺ. പിന്നെ സോയാ സോസും ചില്ലി സോസും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി അരച്ചതും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ ചെറുനാരങ്ങ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ പാപ്രിക്ക പൗഡർ ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ചേർക്കുക. അപ്പോൾ അതില്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 1 മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കണം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ജോലി ചെയ്യാം. പിന്നെ ഞാൻ പിസ്സയ്ക്ക് ആവശ്യമുള്ള മഷ്റൂമാണ് ഇപ്പോൾ വഴറ്റുന്നത്. ഓയിലിൽ മഷ്റൂം ചെറുതായി മുറിച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ക്യാപ്സിക്കം യെല്ലോ ആൻഡ് ഗ്രീനും അതേപോലെ വഴറ്റിയിട്ടുണ്ട്. അതിൽ ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അതേ പാനിൽ തന്നെ നമുക്കിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ പ്രിപ്പറേഷനൊക്കെ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി നമുക്ക് പിസ്സ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടോ വൈകുന്നേരം ഇപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഈ പണികളൊക്കെ ചെയ്യുന്നത്. പിന്നെ രാത്രിയാണ് ബാക്കിയുള്ള കുക്കിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ ചെയ്യുള്ളൂ. ഇപ്പോൾ ചിക്കനിലേക്ക് ഇപ്പോൾ ഞാൻ ചേർത്തത് പാഴ്സ്ലിയാണ്, ഡ്രൈ പാഴ്സ്ലിയാണ്. ഫ്രഷ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റിയേക്കാം. ബാക്കി നമുക്ക് രാത്രി ചെയ്യാം. ഇപ്പോൾ ഇത് വൈകുന്നേരം കേട്ടോ. അപ്പോൾ വീട് മൊത്തം ചിക്കൻ്റെയൊക്കെ മണം, ആകെ ഒരുമാതിരി സ്മെല്ലാണ്. അപ്പോൾ ഗസ്റ്റ് വരുന്ന മുമ്പേ ഞാൻ ഫ്രഷ്നറൊക്കെ ഒന്ന് അടിച്ച് വിടുകയാണ് കേട്ടോ എല്ലായിടത്തും. അപ്പോൾ ഗസ്റ്റൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നെൻ്റെ റെസിപ്പിയിൽ ഒരു സ്റ്റീംഡ് അപ്പം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരിയും തേങ്ങയും ചോറും ഈസ്റ്റൊക്കെ ഇട്ട് അരച്ച് വെച്ചിരുന്നു രാവിലെ. പക്ഷേ തണുപ്പായതുകൊണ്ട് എന്തോ അറിയില്ല, അത് പൊങ്ങി വന്നില്ല മാവ്. അപ്പോൾ പിന്നെ ഞാൻ ആ മാവും കൊണ്ട് കുഞ്ഞി അപ്പം ഉണ്ടാക്കുക കേട്ടോ. ഇതിങ്ങനെ മുട്ട ബുൾസൈയൊക്കെ ചെയ്യണ ചെറിയ പാനാണ്. അതിലാണ് ഞാൻ കുഞ്ഞി അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മലബാർ ചിക്കൻ കറിക്ക് നല്ല കോമ്പിനേഷൻ തന്നെ ആയിരുന്നു കേട്ടോ. ഇനി അടുത്ത ജോലി പിസ്സ ഉണ്ടാക്കി തുടങ്ങുകയാണ്. അപ്പോൾ ഒരു 17 മിനിറ്റൊക്കെ വേണമല്ലോ പിസ്സ ആവാൻ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അത് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫുഡ് സെർവ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പാണ് ഞാൻ ചെയ്യുന്നുള്ളൂ.
അപ്പോൾ ഒന്ന് വന്ന ഗസ്റ്റ് കല്യാണ പെണ്ണാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ കുട്ടിക്ക് മൈലാഞ്ചി അപ്പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ മോളാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിപ്പുറത്ത് കിച്ചണിൽ ജോലിയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമയം പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിസ്സ ഉണ്ടാക്കുകയാണ് വേഗത്തിൽ തന്നെ. അപ്പോൾ ഞാൻ പിസ്സേൻ്റെ റെസിപ്പി കുറേ എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ കണ്ടു നോക്കൂ കേട്ടോ. അതേ റെസിപ്പി തന്നെയാണ്, പക്ഷേ നമ്മൾ ചിക്കനിലാണ് വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ മാരിനേറ്റ് ചെയ്തതിൽ കേട്ടോ. അപ്പം ഞാൻ ഇതിൽ പിസ്സ സോസ് വാങ്ങിയ പിസ്സ സോസാണ്, അത് തേച്ചിട്ട് പിന്നെ ചിക്കൻ വെജിറ്റബിൾസ് എല്ലാം ഇട്ടു, പിന്നെ ഒറിഗാനോ എല്ലാം ഇട്ടു. ഒലീവ് മാത്രം ഇടാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും ഒന്നിച്ചിരുന്നല്ല കഴിച്ചത്, അതുകൊണ്ടാട്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പുഡിങ് സെർവ് ചെയ്യാൻ പോകണം. അതിൻ്റെ മുമ്പേ അത് ഡെക്കറേഷനൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പാലട പുഡിങ്ങാണല്ലോ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പാലടക്ക് മാച്ചായിട്ട് എന്താ ഒന്ന് കുറേ നേരം ആലോചിച്ച അവസാനം പായസത്തിൽ നമ്മൾ ബട്ടറാണല്ലോ ചേർക്കുക. അപ്പോൾ ആ ബട്ടർ തന്നെ എടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ തണുത്ത പുഡിങ്ങിൻ്റെ മുകളിലായതുകൊണ്ട് നല്ല ഗ്ലേസിങ് ഉള്ള ഒരു ബട്ടൺസ് പോലെ ഭംഗിയിൽ വന്നു. അപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ പുഡിങ് നന്നായി കറക്റ്റായി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് സെർവ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതിനോടുകൂടി വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. റെസിപ്പികൾ ഇഷ്ടമായെങ്കിൽ അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.